നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി അവതരിപ്പിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന അപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയത് എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതിൽ ദുരൂഹത തുടരുകയാണ്. കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും റിപ്പോർട്ടിലുണ്ട്. AIB റിപ്പോർട്ടിനെതിരെ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. AI-171 വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി. ഇതിന് പിന്നിലെ കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. ഒരു സ്വിച്ച് ഓഫായി 1 സെക്കൻഡ് ദൈർഘ്യത്തിൽ രണ്ടാമത്തെ സ്വിച്ചും ഓഫായി. ഇത് തിരിച്ചറിഞ്ഞ വിമാനത്തിലെ ഒരു പൈലറ്റ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് രണ്ടാമത്തെ പൈലറ്റിനോട് ചോദിച്ചു. താൻ ചെയ്തില്ലെന്നായിരുന്നു മറുപടി. കോക്പിറ്റിലെ ഓഡിയോയിൽ ഇത് വ്യക്തമാണ്. സ്വിച്ചുകൾ വീണ്ടും ഓൺ ചെയ്ത ശേഷം വിമാനം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒരു എഞ്ചിനിൽ നേരിയ ത്രസ്റ്റ് ഉണ്ടായെങ്കിലും രണ്ടാമത്തെ എഞ്ചിന് ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞില്ല. റൺവേയിൽ നിന്ന് 0.9 നോട്ടിക്കൽ മൈൽ ദൂരെ വിമാനം നിലം പതിച്ചു. വിമാനത്തിലെ റാം എയർ ടർബൈനും ആക്ടിവേറ്റ് ആയിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പറന്നത് 32 സെക്കൻഡുകൾ മാത്രം. പൈലറ്റുമാരുടെ ആരോഗ്യനിലയിലോ മാനസിക നിലയിലോ പ്രശ്നങ്ങളില്ല. പക്ഷി ഇടിച്ചതോ കാലാവസ്ഥ പ്രതികൂലമായതോ അപകടത്തിന് കാരണമല്ല. അട്ടിമറിക്ക് നിലവിൽ തെളിവുകളില്ലെന്നും വിശദമായ അന്വേഷണം തുടരുന്നുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചു. അന്തിമ റിപ്പോർട്ട് വന്നതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. അന്വേഷണത്തിന്റെ നിലവിലെ ദിശ പൈലറ്റുമാർക്കുമേൽ പഴിചാരാനാണെന്ന് AIBയുടെ പ്രാഥമിക റിപ്പോർട്ടിനെ വിമർശിച്ച് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നെങ്കിലും ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലെ ദുരൂഹത ഇപ്പോഴും മാറുന്നില്ല. വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇതിനും ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അച്യുതൻ, 24, ഡൽഹി. പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടികൾ മരിച്ചു. 6 വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിൻ, 4 വയസ്സുകാരി എമിലീന മരിയ മാർട്ടിൻ എന്നിവരാണ് മരിച്ചത്. അമ്മയും മറ്റൊരു കുട്ടിയും എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഉച്ചകഴിഞ്ഞ് 2:30 4 വയസ്സുകാരി എമിലീനയുടെയും 3:15 6 വയസ്സുകാരൻ ആൽഫ്രഡിന്റെയും മരണം സ്ഥിരീകരിച്ചു. ആൽഫ്രഡിന് 75%, എമിലീനയ്ക്ക് 60% പൊള്ളലേറ്റിരുന്നു. പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇന്നലെ വൈകിട്ട് പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളിയിൽ ഉണ്ടായ അപകടത്തിൽ അമ്മയും മക്കളും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് പരിക്കേറ്റത്. അമ്മ എൽസിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൂത്ത മകൾ അലീന അപകടനില തരണം ചെയ്തതായി ഡോക്ടേഴ്സ് അറിയിച്ചു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ചിലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി 24നോട് പറഞ്ഞു. ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ടൊന്ന് സംസാരിച്ചിട്ട് അന്വേഷണം എങ്ങനെയാണ്, പഴയ വണ്ടിൻ്റെ എന്താണത്, ഇനി മേലാലെ ആവർത്തിക്കണം വരാതെ കഴിക്കണല്ലോ. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നമ്മൾ ഒരു ചികിത്സാ സഹായത്തിനുള്ള സൗകര്യം കിട്ടുമെന്ന് പരിശോധിക്കും. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപകടം സംഭവിച്ച കാർ ഫയർഫോഴ്സ് സംഘം പരിശോധിച്ചു. കാറിന്റെ ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. 24 കൊച്ചി. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസിത കേരളമാണ് BJPയുടെ ലക്ഷ്യം. മാറ്റം വേണമെങ്കിൽ NDAക്ക് വോട്ട് ചെയ്യണം. കേരളത്തിൽ BJPക്ക് അവസരം നൽകണമെന്നും പുത്തരിക്കണ്ടം മൈതാനിയിലെ നേതൃസംഗമത്തിൽ അമിത്ഷാ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെയും LDFനെയും രൂക്ഷമായി വിമർശിച്ചായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. കേരളത്തിൽ NDA അധികാരത്തിൽ വരും. പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ചുള്ള വികസനം വരും. BJPയുടെ ലക്ഷ്യം വികസിത കേരളമാണെന്നും അമിത്ഷാ. कम्युनिस्ट पार्टी के लिए केरल का विकास इसके ऊपर कैडर का विकास है और भारतीय जनता पार्टी के लिए कैडर के विकास के ऊपर विकसित केरलम है. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത അമിത്ഷാ കേരളത്തിലെ ജനങ്ങൾ LDFനും UDFനും അവസരം നൽകിയിട്ടും അവർ തിരികെ നൽകിയത് അക്രമ രാഷ്ട്രീയം മാത്രമെന്ന് ആരോപിച്ചു. CPIM നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഓരോന്നായി അമിത്ഷാ എണ്ണി പറഞ്ഞു. LDF में एक्सप्लोजिव घोटाला, कोऑपरेटिव बैंक का घोटाला, AI कैमरे का घोटाला,
विजयन जी चिढ़ जाते हैं, मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला, स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു അമിത്ഷാ. രാവിലെ ഓഫീസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് തുടർന്ന് നാടമുറിച്ച വിളക്ക് കൊളുത്തിയായിരുന്നു ഉദ്ഘാടനം. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി വി മുരളീധര പക്ഷം. തന്നെ അവഗണിച്ചതിൽ അതൃപ്തിയുമായി സംസ്ഥാന കമ്മിറ്റി ആസ്ഥാന മന്ദിരത്തിന് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി രംഗത്തെത്തി. 24 എക്സ്ക്ലൂസീവ്. വി മുരളീധര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിനു പിന്നാലെ പാർട്ടിയിൽ ആഭ്യന്തര കലാപം. അവഗണിച്ചതിലെ അതൃപ്തി പരസ്യമാക്കി വി മുരളീധര പക്ഷ നേതാവ് സി ശിവൻകുട്ടി രംഗത്തെത്തി. വ്യക്തിപരമായ വിഷമങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നൊഴിവാക്കിയ സി ശിവൻകുട്ടി 24നോട്. പരിഗണന കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് വരുന്ന ദിവസങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സമയത്ത് പല ഘട്ടങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അമിത്ഷാ പങ്കെടുത്ത പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതിഷേധം. തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന KK അനീഷ് കുമാറിനെ ജനറൽ സെക്രട്ടറിയാക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം നടപ്പിലായിരുന്നില്ല. അടുപ്പക്കാരായ PR ശിവശങ്കരൻ, ഉല്ലാസ് ബാബു, യുവരാജ് ഗോകുൽ എന്നിവരെയും പരിഗണിക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് അസംതൃപ്തിയുണ്ട്. എന്നാൽ അമിത്ഷായുടെ അനുമതി വാങ്ങിയാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങളുടെ വിശദീകരണം. പുനഃസംഘടനയിലെ അതൃപ്തി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവും പരസ്യമാക്കി. പ്രവർത്തന മികവാണ് മാനദണ്ഡമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശും S സുരേഷും 24നോട് പ്രതികരിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വോട്ട് വർദ്ധിപ്പിച്ച ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തിച്ച മേഖലകളിൽ പാർട്ടി ഇലക്ട്രോൾ പൊളിറ്റിക്സിൽ നേടിയിട്ടുള്ള വോട്ടും മുന്നേറ്റവുമാണ് ഒരു പ്രധാന മെറിറ്റ്. പാർട്ടിയിൽ തുടർന്നു പോന്ന സാമുദായിക സന്തുലിതാവസ്ഥ അപ്പാടെ അട്ടിമറിച്ചെന്ന് മുരളീധര പക്ഷം കടുപ്പിക്കുന്നു. അതിനിടെ കേരളത്തിൽ BJP വളർത്തിയ K സുരേന്ദ്രന് കൈയടിക്കാൻ അമിത്ഷാ പുത്തരിക്കണ്ടത്തെ പൊതുസമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തത് അവർ പിടിവള്ളിയാക്കുകയും ചെയ്യുന്നു. केरल के अध्यक्ष पद का बहुत अच्छे से दायित्व निर्वहन किया. जोर से ताली बजाइएगा श्री K सुरेंद्रन के लिए, जिन्होंने पार्टी के अध्यक्ष पद को लास्ट टर्म में संभाला. ഭിന്നത തുടരുന്ന പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് ഇരു വിഭാഗങ്ങളുടെയും തീരുമാനം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ആലപ്പുഴയിൽ BJP നേതാവിന് വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു. നൂറനാട് ഇടപ്പോൺ വിവേകാനന്ദ സ്കൂളിലാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപിന് പാദപൂജ നടത്തിയത്. കണ്ണൂരിലും മാവേലിക്കരയിലും നടന്ന പാദപൂജകളും വിവാദമാവുകയാണ്. പാദപൂജയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആലപ്പുഴ നൂറനാട് ഇടപ്പോൺ വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് BJP നേതാവിന് പാദപൂജ. BJP ജില്ലാ സെക്രട്ടറിയും നൂറനാട് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് KK അനൂപിനാണ് വിദ്യാർത്ഥികളെ കൊണ്ട് പൂജ ചെയ്യിച്ചത്. ഗുരുപൂർണിമ ദിനത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിക്കുന്ന പരിപാടിയിലാണ് BJP നേതാവിനെയും ക്ഷണിച്ചത്. അഭിഭാഷകൻ എന്ന നിലയിലാണ് ക്ഷണമെന്ന് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠത്തിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിച്ചിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി. കുട്ടികളുടെ അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാതെ അവരിൽ അധമബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കമ്മീഷൻ ഏതായാലും ഈ കാര്യത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോടും കൺസേൺഡ് SHOയോടും റിപ്പോർട്ട് അടിയന്തരമായി ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയെന്നും കാല് കഴുകിക്കൽ കേരളത്തിലെ രീതിയല്ലെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാവ്യവൽക്കരണ ശ്രമമാണ് നടക്കുന്നതെന്ന് SFI ആരോപിച്ചു. പരിപാടി നടന്ന സ്കൂളിലേക്ക് SFI തിങ്കളാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഈ മാസം 16 വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അമ്മ പ്രേമകുമാരി 24നോട്. ചർച്ചകളല്ല, വധശിക്ഷ നിർത്തിവെക്കലാണ് പ്രധാനമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സാമുവൽ ജെറോം പറഞ്ഞു.
അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് അമ്മ പ്രേമകുമാരി. സനായിൽ നിന്ന് പ്രേമകുമാരി 24-നോട് സംസാരിച്ചു. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇപ്പൊ ലാസ്റ്റത്തേതിൽ വല്ലാത്ത വിഷമത്തിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ള ഒരു ഇത് ഞാനും തന്നെ 2 ദിവസം 3 ദിവസം ഞാൻ അറിഞ്ഞില്ല. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ 16-17 കാലഘട്ടം മുതൽ ഇന്നവരെയും അവിടെ അവൾക്ക് ഇന്നവരെയും അവളെ ഇത്രയും കാത്തുപരിപാലിച്ച ഒരു ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ ഇരുന്നത് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിമിഷനെയും കൊണ്ട് നാട്ടിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമത്തിലാണ് പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം. Since 2017, I have taken up this case and I have always been optimistic. But today, I am more optimistic. So you need to read between the lines. തലാലിന്റെ കുടുംബവുമായി നേരിട്ട് പലതവണ സംസാരിച്ചെന്ന് സാമുവൽ ജെറോം പറഞ്ഞു. അടിയന്തരമായി സംസ്ഥാന മന്ത്രിതല സംഘം പ്രധാനമന്ത്രിയെ കാണണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കാൻ. ഒട്ടും വൈകാതെ നയതന്ത്രതലത്തിൽ സാധാരണ നയതന്ത്ര മാർഗങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ട് ഇതിനെ കണ്ട് പ്രധാനമന്ത്രി ഇതിനകത്ത് ഇടപെടണം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കുമൊടുവിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി. ജാനകി വി എന്നാക്കിയ ടൈറ്റിലും പുതുക്കിയ പതിപ്പിലെ 8 ഭാഗങ്ങളും സെൻസർ ബോർഡ് അംഗീകരിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ തിയേറ്ററുകളിൽ ചിത്രം എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ 24-നോട് പറഞ്ഞു. കീം പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ. കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ പിന്തുണ നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന ഫോർമുല നടപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. നിലവിലെ കീമിലെ ഘടന CBSE വിദ്യാർത്ഥികൾക്ക് അനുകൂലവും തങ്ങളോട് അനീതി കാണിക്കുന്നതുമാണെന്നുമാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികളുടെ പരാതി. നിയമം മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ അത് മാറ്റണം. സർക്കാർ വരുത്തിയ മാറ്റം നീതിയുക്തമായിരുന്നു. എന്നാൽ അത് നടപ്പാക്കാതെ വന്നു. ആദ്യം റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നീട് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പിന്നോട്ട് പോയതിൽ മനോവിഷമം ഉണ്ടായെന്നും വിദ്യാർത്ഥികൾ. സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന മലയാള ഐക്യവേദി. ഇപ്പോൾ പരിശോധിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഒരുപാട് സമയം കടന്നു പോവുകയും ചെയ്തു. ഇനി സർക്കാർ ഇതിൽ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘടനയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള പിന്തുണ വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കണം എന്നുള്ളതാണ്. കീമിൽ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സർക്കാരിനെതിരെ പ്രതിപക്ഷം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. അടുത്ത വർഷം ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത തരത്തിൽ ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു. സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അവകാശവും വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് SFI. ചിലരുടെ എതിർപ്പ് പ്രകാരം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും വേണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പ്രതിസന്ധിക്ക് പോംവഴി തേടി CPIM. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ പ്രതിസന്ധി സർക്കാരിന് തിരിച്ചടിയുണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. ഗവർണറുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കുന്നതും നിയമ നടപടി സ്വീകരിക്കുന്നതുമാണ് പാർട്ടി പരിഗണിക്കുന്നത്. VC രജിസ്ട്രാർ പോരിൽ കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം, ഡിജിറ്റൽ സർവകലാശാലയിൽ അഴിമതി ആക്ഷേപം, കാലിക്കറ്റ് സർവകലാശാലയിൽ VCക്കെതിരെ SFI സമരം, സാങ്കേതിക സർവകലാശാലയിൽ പരീക്ഷാ കലണ്ടറും ഫലപ്രഖ്യാപനവും താളം തെറ്റി. ഇതാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ സർവകലാശാലകളുടെ പൊതു അവസ്ഥ. കലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം പഴികേൽക്കേണ്ടി വരുന്നത് സർക്കാരിനാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് പോംവഴി തേടാൻ CPIM തീരുമാനിച്ചത്. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ സ്വീകരിക്കുന്ന സമീപനമാണ് സർവകലാശാലകൾ നേരിടുന്ന പ്രതിസന്ധിയുടെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെങ്കിൽ ഗവർണറെ അനുനയിപ്പിക്കുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ വേണം. 2 നിർദ്ദേശങ്ങൾ ഏത് വേണമെന്നതിൽ വൈകാതെ തീരുമാനമുണ്ടാകും. പ്രശ്നപരിഹാരത്തിനുള്ള വഴി തേടി നേതൃത്വം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതിനുമായും നിയമവിദഗ്ധരുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച് അടുത്തയാഴ്ച ഹൈക്കോടതി ഉത്തരവ് വരും.
അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ് ധാരണ. അതിനിടെ കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് തൽക്കാലം തുടരാൻ മിനി കാപ്പനോട് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി. തന്നെ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് മിനി കാപ്പൻ VCയോട് ആവശ്യപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച VC സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന പാലക്കാട്ടെ CPIM നേതാവ് PK ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് VK ശ്രീകണ്ഠൻ MP. നേതാക്കളെ കാണുമ്പോൾ സൗഹൃദ സംഭാഷണം മാത്രമല്ല രാഷ്ട്രീയവും സംസാരിക്കാറുണ്ടെന്ന് VK ശ്രീകണ്ഠൻ 24നോട് പറഞ്ഞു. എന്നാൽ താൻ ഇപ്പോഴും CPIMൽ തന്നെ എന്നാണ് PK ശശിയുടെ പ്രതികരണം. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാൽ തന്നെയാണ്. സിനിമാ സ്റ്റൈൽ ഡയലോഗിന്റെ അകമ്പടിയോടെ പാർട്ടിയെ പരസ്യമായി വിമർശിച്ച PK ശശി ജില്ലയിലെ CPIMനെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. പ്രസംഗത്തിലെ വിമർശനത്തിനപ്പുറം ശശി 24നോട് ചിലത് തുറന്നു പറഞ്ഞു. ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോയാൽ തരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒളിച്ചോടുന്നയാളല്ല. ജനകീയ പ്രശ്നങ്ങളിലും പൊതുപ്രവർത്തന മേഖലയിലും ഇന്നലകളെന്ന പോലെ ഇന്നും നാളെകളിലും എൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പോൾ CPIMലാണെന്ന് പറയുന്ന PK ശശി പക്ഷേ പാർട്ടി വിടുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതേസമയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വലിയൊരു അവസരമായാണ് ഇതിനെ കോൺഗ്രസ് നോക്കിക്കാണുന്നത്. രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. PK ശശി മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ ഒരുപാട് ലീഡർഷിപ്പിലുള്ളവർ അസംതൃപ്തരാണ്. ശശിയുടെ നീക്കങ്ങൾ CPIM സംസ്ഥാന നേതൃത്വം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കരുതലോടെ മതി പ്രതികരണമെന്ന നിലപാടിലാണ് പാർട്ടി ജില്ലാ നേതൃത്വവും. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24, പാലക്കാട്. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിളയിൽ 2 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. ദാരുണാന്ത്യം. കൂശർകോട് സ്വദേശികളായ ആരോമലനും ഷിനിലിനും. കോഴിക്കോട് കരുവൻപുഴയിൽ പൊതുകുളത്തിൽ 18കാരൻ മുങ്ങി മരിച്ചു. കർണാടക ബംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ ലിമിറ്റഡിൽ വിഷവാതക ചോർച്ച. മലയാളി ഉൾപ്പെടെ 2 ജീവനക്കാർ മരിച്ചു. ലഹരി ഗുളികകൾ വിഴുങ്ങിയ ബ്രസീലിയൻ ദമ്പതികൾ നെടുമ്പാശ്ശേരിയിൽ പിടിയിൽ. 50ഓളം ഗുളികകളാണ് ഇവർ വിഴുങ്ങിയത്. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് പണം അനുവദിക്കുന്നില്ലെന്ന CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനം തള്ളി ധനമന്ത്രി. എല്ലാ വകുപ്പുകൾക്കും ആവശ്യാനുസരണം പണം നൽകുന്നുണ്ടെന്ന് KN ബാലഗോപാൽ. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത. മതപഠനത്തിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തിനെതിരെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഡോക്ടർ ശശി തരൂർ MPക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുള്ള ശശി തരൂരിന്റെ വാഴ്ത്തുപാട്ട് അവസരവാദപരമെന്ന് വിമർശനം. ഡാക്നെറ്റ് വഴി ലഹരിക്കച്ചവടം നടത്തിയ കേസിൽ കൂടുതൽ നടപടിക്ക് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കണ്ടുകെട്ടും. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ട്രാക്കിലേക്ക് അതിഗംഭീര തിരിച്ചുവരവുമായി മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കർ. ഇന്ത്യൻ ഓപ്പൺ അത്ലറ്റിക്സിൽ സ്വർണം നേടിയാണ് ശ്രീശങ്കറിന്റെ മടങ്ങിവരവ്. 8.05 മീറ്റർ ചാടിയാണ് 1ാം സ്ഥാനം നേടിയത്. കാൽമുട്ടിലെ പരുക്കിനെ തുടർന്നാണ് കഴിഞ്ഞ 2 വർഷത്തോളം പാലക്കാട്ടുകാരനായ ശ്രീശങ്കറിന് അവസരം നഷ്ടമായത്. ഈ പ്രകടനത്തിലൂടെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടാം എന്ന പ്രതീക്ഷയിലാണ് ശ്രീശങ്കർ. ഇതോടെ വാർത്താസന്ധ്യ അവസാനിക്കുന്നു.